ഹലോ ഫാമിലി, സാറയാണ്. ഇന്ന് രാവിലെ തന്നെ ഞാനും അന്നാമ്മയും കൂടി ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിന്റെ, അതായത് ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ ഒരു കുടുംബ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ മാസം നടക്കാറുണ്ട്. അതിന് ഫാമിലി യൂണിറ്റ്, കുടുംബ യൂണിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഓണം സെലിബ്രേഷൻ ആണ്, അതായത് ഓണത്തിന്റെ ഒരുക്കങ്ങൾ അങ്ങ് തുടങ്ങുവാണ് മക്കളെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു റെഡി ടു സ്റ്റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇന്നെടുത്ത്. ഒരു ലൈറ്റ് ക്രീം കളറാണ്, ചെറിയ എംബ്രോയിഡറി ഒക്കെ ഉണ്ടായിട്ട്. എനിക്കിന്ന് എന്തോ സാരി ഉടുക്കാനുള്ള ഒരു മൂഡ് തോന്നിയില്ല. പിന്നെ ഓണസദ്യ കഴിക്കാനും ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് പറ്റിയൊരു ഒരു എംബ്രോയിഡറി കളറിലുള്ള ഒരു വാച്ചും, നോർമലി ഞാൻ ചെയ്യാറുള്ള മേക്കപ്പും, കുറച്ച് കണ്ണിലൊക്കെ എന്തോ കണ്ണൊക്കെ എഴുതാൻ തോന്നി, കണ്ണിലൊക്കെ നിറച്ചെഴുതി വെച്ചു. പിന്നെ ഞാൻ അഴിച്ചിടാന്ന് കരുതി കഴിഞ്ഞാൽ കുറെ ഗെയിംസും കുറെ ഓണസദ്യയും എല്ലാം വാരി വലിച്ച് തിന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മുടിയൊക്കെ ആകെ പ്രാന്തായി തോന്നും. അതുകൊണ്ട് എല്ലാരും കൂടി അങ്ങോട്ട് വാരി വലിച്ചങ്ങോട്ട് ഇട്ടു. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഹൈ നെക്ക് ചുരിദാറുകൾക്ക് എപ്പോഴും പേഴ്സണലി നമുക്കൊരു എലിഗന്റ് ലുക്ക് തോന്നണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു പോണിറ്റൈലിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, നല്ലൊരു ഭംഗി തോന്നാനും നമുക്ക് ആ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നും. പിന്നെ ഇത് അത്യാവശ്യം നല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഒരു 3 ലെയർ മേക്കപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോ ആ പ്രൊഡക്റ്റുകളുടെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് തോന്നിയായിരുന്നു. പിന്നെ നോർമലി അറിയാലോ, ചരിച്ചും നിന്നും ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അന്നക്കൊച്ചിന്റെ ഈ ഒരു പാവടയും ബ്ലൗസും, ഈ തുണിക്ക് എനിക്ക് തോന്നുന്നു ഒരു മീറ്ററിനെ കണ്ട് 40 രൂപ 50 രൂപ കണ്ടായിട്ടുള്ളൂ. നമ്മുടെ വിദ്യ തയ്ച്ചു തന്നാണ് വി ഫാഷനിലെ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് പാവാടയും കസവ് വെച്ചതൊക്കെ അല്ലേ ഇടുന്നേ. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബ്ലൗസും ബാക്കിൽ ഒരു കെട്ടൊക്കെ ആയിട്ട് ഇച്ചിരിക്കോളം വയറൊക്കെ കാണിച്ച് നല്ല ക്യൂട്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴല്ലേ ഇങ്ങനത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും കരുതി, ആദ്യം അന്നാമ്മ പറഞ്ഞു എനിക്ക് 2 കൊമ്പില് പിന്നിട്ട് തന്നെ കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു അന്നാമ്മയ്ക്ക് കുറെ വാലുകളും മുടികളുണ്ട്, അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാലുകളൊക്കെ കൂടി മുന്നോട്ട് വരും. അപ്പൊ ഞാൻ കരുതി എന്ത് ചെയ്തു, മുടി കുറച്ചൊന്ന് അഴിഞ്ഞ് കിടക്കുകയും ചെയ്യാം, കുറച്ചങ്ങ് കെട്ടുകയും ചെയ്യാന്ന് കരുതിയിട്ട് സാധാരണ അവൾക്ക് കെട്ടണ പോലെ തന്നെ പോണിട്ടൈലൊന്ന് തോന്നിപ്പിക്കുന്ന പകുതി പകുതി ചെയ്യില്ലേ, അതിന് എന്തെന്നാണ് ഹെയർ സ്റ്റൈലിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ അന്നാമ്മയ്ക്ക് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് മുടി കെട്ടി കൊടുത്തു. പിന്നെ കുറച്ച് കണ്ണൊക്കെ എഴുതി. പുള്ളിക്കാരിക്ക് ഒരുങ്ങണയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ. പിന്നെ മത്ത കുത്തിയ കുമ്പളങ്ങം മുളക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്കും ഒരുങ്ങണ ഭയങ്കര ഇഷ്ടമാണ്. ഒരുങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ഈ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളോടൊക്കെയാണ് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ എന്നെ പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ഒന്നും ആളങ്ങനെ സ്വയം എടുത്തൊന്നും ഉപയോഗിക്കാറില്ല. എന്നോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കറുത്ത കുറെ കുപ്പിവള ഇരിക്കണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുപ്പിവളനോടൊക്കെ. കാരണം ചെറുപ്പത്തിൽ അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു കുപ്പിവളയൊക്കെ ഇടാനായിട്ടൊക്കെ. അപ്പൊ പുള്ളിക്കാരിക്ക് കുറച്ച് കറുത്ത കുപ്പിവള ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്ത്. ഒരു ചെറിയൊരു മാല, വേറെ ഒന്നുമില്ല അവൾക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കണ്ണെഴുതി കൊടുക്കാന്ന് കരുതി. എനിക്ക് കുട്ടികള് വലിയ പൊട്ട് തൊടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്നാമ്മയ്ക്ക് കുഞ്ഞിപ്പൊട്ടിനോട് താല്പര്യമുള്ളൂ. പക്ഷെ ഇന്ന് എന്തോ ആള് നിന്ന് തന്നു. അപ്പൊ ഞാനൊരു കറുത്ത വലിയ പൊട്ടും. ഈ ഒരു പെൻസിലൊന്നും കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പക്ഷെ ഇതെനിക്ക് തോന്നണത് കിഡ്സിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെൻസിലാണ്. പക്ഷെ പേഴ്സണലി കിഡ്സിന് ഉപയോഗിക്കാനാണെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാവും. നമുക്ക് പഴയ കാലത്ത് ആ ഒരു ഒരു കൺവെൻഷനോടൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ കേട്ടോ. പിന്നെ പുള്ളിക്കാരിക്ക് എന്നെ പോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പൊ എന്റെ ചുണ്ടിങ്ങനെ കറുത്ത് കറുത്ത് പോയതുകൊണ്ട് ഞാൻ ആൾക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് കണ്ടോ വായം പൊളിച്ച് ചിരിക്കണുണ്ടോ, ആ ലിപ്സ്റ്റിക് ഇട്ടതിന്റെയാണ്. പിന്നെ പുള്ളിക്കാരിക്ക് എന്നെ തോന്നി സ്വയം, കൊള്ളാലോ എന്റെ ഉടുപ്പ്, കൊള്ളാലോ ലിപ്സ്റ്റിക് എന്നൊക്കെ തോന്നിയപ്പോഴേക്കും പുള്ളിക്കാരി ഫോട്ടോനൊക്കെ നിന്ന് തരും. കാരണം പുള്ളിക്കാരിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫോട്ടോന് നിന്ന് തരത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ട് ഓടോ ഇങ്ങോട്ട് ഓടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നിന്ന് തരത്തുള്ളൂ. ദേ റിയോ താഴെ നിൽക്കുന്നുണ്ട്. റിയോന്റെ അമ്മച്ചി എന്താ ഇങ്ങനെ നിക്കുന്നേന്ന് കരുതിയിട്ടാണ് റിയോ അന്തം വിട്ട് നോക്കുന്നത്. അപ്പൊ അന്നാമ്മനോട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അന്നാമ്മി കറങ്ങി ഓടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാമ്മനെ കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. കാരണം മക്കളെ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്ഷാമമാണ്. കണ്ടന്റ് ക്ഷാമം ആയതുകൊണ്ട് അന്നാമ്മയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് ചില സമയത്ത് ഞാൻ ഇടുന്നത്. പക്ഷെ അന്നാമ്മയ്ക്ക് എന്താണെന്നറിയത്തില്ല, ഈ പാവാട ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരി എന്ത് ചെയ്ത്, മുറ്റത്ത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അമ്മയ്ക്ക് ലാവിഷായിട്ട് വീഡിയോ എടുക്കാനുള്ള ഇതെനിക്ക് തന്നിട്ടോ. അന്നാമ്മയ്ക്ക് കൂടി തോന്നണം, എന്നാൽ മാത്രമേ അന്നാമ്മ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉള്ളൂ. പിന്നെ വെച്ചാൽ ഡ്രസ്സ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ഡ്രസ്സിങ് ആണ്. അപ്പൊ കുട്ടികൾക്കും കൂടി ഒരു പരിധി
വരെ അവർക്കും കൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കും ചെറുപ്പത്തിലെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. മനസ്സിലായോ? പിന്നെ ഞങ്ങള് ഈ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഫാമിലി യൂണിറ്റിലേക്ക് പോയി. മദർ തെരേസ യൂണിറ്റ് ആണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ യൂണിറ്റ് ആണ് ആദ്യത്തെ ഓണാഘോഷം തോന്നുന്നു. അപ്പൊ അവിടെ ചെറിയ മൈക്ക് സെറ്റപ്പും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി ഞാനൊരു വിശ്വാസിയാണ്. മറ്റുള്ളവരെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ തന്നെ ഞാൻ എന്റെ കുടുംബം ഉണ്ടാക്കുവാണ്. ഞാനൊരു സ്ഥലം മേടിച്ചു, വീട് വെച്ചു. അപ്പൊ ആദ്യം തന്നെ ഞാൻ പോയത് നേരെ പള്ളി എവിടെയാണ്, എനിക്ക് പള്ളിയിൽ ചേരണം, അവിടുത്തെ കുടുംബ യൂണിറ്റ് എവിടെയാണ്, അവിടുത്തെ പ്രാർത്ഥനാ യൂണിറ്റുകളൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് ആദ്യമേ ഞാൻ പോയി ചേർന്നു. ഞങ്ങളുടെ ആസ്ഥാന നർത്തകികളാണ് കേട്ടോ കുഞ്ഞുങ്ങള്. ഇവര് 4-5 പേരുണ്ട് കേട്ടോ നമ്മുടെ കുടുംബ യൂണിറ്റിൽ. എപ്പോഴും ഉണ്ടാവും പിള്ളേർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെന്നെ പറയും ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും, ഞങ്ങളുടെ പാട്ടുണ്ടാവും. അങ്ങനത്തെ നല്ല മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫാമിലി യൂണിറ്റിലൊക്കെ വരുമ്പോഴേക്കും ഞാനിവിടെ സ്വന്തമായിട്ട് വീട് വെച്ചപ്പോ ഞാനാണ് എന്റെ വീടിന്റെ കുടുംബനാഥ. അപ്പൊ എനിക്ക് എന്റെ പിള്ളേരെ കാണിച്ചു കൊടുക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോകുന്നതും പങ്കെടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളുടെ മക്കളും നമ്മളും പഴയ കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഗമങ്ങളിലൂടെ നമ്മൾ കുറെ അടുക്കാനും, പഴയ കാര്യങ്ങൾ എല്ലാരും ഫോണിന്റെ തിരക്ക് ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഗമങ്ങള്, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ നമ്മൾ പോകുന്നത് നല്ലതാണ്. അത് കൂടാതെ തൊട്ടടുത്ത വീട്ടില് അല്ലെങ്കിൽ തൊട്ടടുത്ത നമ്മളുടെ അറിവുള്ള ഒരാള് പട്ടിണിയിലാണോ എന്തൊക്കെ അറിയാനായിട്ട് ഇങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ നല്ലതാണ്. ഇത് നമ്മുടെ എന്താണ് കൈകൊട്ടിക്കളി. അങ്ങനെ ഞാൻ അതായത് ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് കൈകൊട്ടിക്കളി എന്നൊക്കെ പറയുന്ന സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കാണുന്നത് ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ്. ആദ്യം ഞാൻ റെസിഡൻസിന്റെ ഒരു പരിപാടിക്കായിരുന്നു കേട്ടോ. അത് ആ സ്റ്റേജ് കവർ ചെയ്ത് അവര് അയ്യോ എത്ര നേരം കൊണ്ടാണ് അവര് കളിച്ച്. പക്ഷെ ഇത് നമ്മൾക്ക് ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും വളരെ എൻജോയ് ചെയ്ത് ഞങ്ങളുടെ യൂണിറ്റിലെ ആസ്ഥാന നർത്തകികളാണിത്. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിട്ട് ഇവര് കളിച്ചിട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. അവർ ഇഷ്ടത്തോടെ കളിക്കുന്നത് നമ്മൾ നിർബന്ധിച്ച് കളിപ്പിക്കുന്ന തമ്മിൽ വ്യത്യാസമില്ലേ. അപ്പൊ അതില് പ്രായഭേദമന്യേ എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മഴ ഇത്തിരി മാറി നിന്നത് കൊണ്ടും പിന്നെ ഈ കൈകൊട്ടി കളിക്കുന്ന വെച്ചാൽ അവര് പറഞ്ഞത് കേട്ടോ, അവര് പ്രാക്ടീസ് ചെയ്യണത് നല്ല നിലത്തിലായിരിക്കുള്ളൂ. പക്ഷെ പിന്നീട് വന്ന് കളിക്കേണ്ട സ്ഥലത്ത് ചിലപ്പോ ഒരു ഇതൊക്കെ ഉണ്ടോ അവിടെ കട്ടറ പോലെയൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവര് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു എനർജിയാണ്. എനിക്ക് തോന്നിയത് മറ്റുള്ള ഡാൻസ് ഇതിനേക്കാളും നമുക്കും കൂടി ഒരു എനർജി കിട്ടുന്ന ഒരു കലാരൂപമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ കുഞ്ഞു മക്കളുടെ പാട്ടും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് തന്നെ ഒരു 3-4 ഡാൻസ് ഒക്കെ അവരുടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നാമ്മനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ അന്നാമ്മ പറഞ്ഞു എനിക്കിന്ന് ഡാൻസ് വേണ്ട. അപ്പൊ ആശാത്തി ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പാട്ട് ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പൊ ആ പാട്ടൊക്കെ പാടി പുള്ളിക്കാരി. പിന്നെ പുള്ളിക്കാരിക്ക് തോന്നണം എന്തൊക്കെയെങ്കിലും ചെയ്യണം എന്ന് പുള്ളിക്കാരിക്ക് തോന്നിയാൽ മാത്രമേ പുള്ളിക്കാരി ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം 2-3 ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് വെച്ചാല് കുട്ടികളും ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരവരുടെ നാട്ടിൽ തന്നെ കളിക്കൂട്ടുകാരായിട്ടൊക്കെ എന്റെയൊക്കെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് കളിക്കൂട്ടുകാരായിട്ടൊക്കെ വളർന്നു വരാൻ പറ്റണം. അല്ലെങ്കിൽ എല്ലാരും മൊബൈലിന്റെ ലോകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന കൂട്ടുകെട്ട് ഇതൊക്കെയാണ്. അതിനേക്കാളും നല്ലത് നമ്മളെ നാട്ടില് നമ്മൾ ഒരുമിച്ച് വളർന്നു വരുന്നവരായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ കൊച്ചു യൂണിറ്റിന്റെ കൊച്ചു സദ്യയാണ്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യത്തെ സദ്യയാണോ എന്ന് അറിയത്തില്ല, എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഓരോ കറികളൊക്കെ ഏറ്റെടുത്തു. ഓരോരുത്തര് പറഞ്ഞു ആവിയൽ ഞങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ക്യാബേജ് ഞങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നല്ലേ, എനിക്ക് സമയമില്ലാത്തൊരു ജന്തുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് പഴവും പപ്പടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടി കൂട്ടായ്മയില് അയ്യോ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. അത് പറയാൻ പറഞ്ഞു. ഈ വോയിസ് ഓവർ ചെയ്യുന്നത് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അന്നാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നാമ്മയ്ക്ക് ചിക്കൻ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷമമുണ്ട്, എന്നാൽ പോലും അന്നാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അമ്മാമ്മയുടെ അടുത്തായിരുന്നു അന്നാമ്മ എന്നത്. നമ്മുടെ പള്ളിയിലെ ബ്രദറാണ് കേട്ടോ. അപ്പൊ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാകുന്നതിന് മുമ്പ് നമ്മൾ അവരെ വിളിക്കുന്നതാണ് ബ്രദർന്ന്. അങ്ങനെയാണ് എന്റെ അറിവ്. അച്ഛനായിട്ടില്ല, അച്ഛനാകാൻ പോകുന്ന ആ ഒരു ഫൈനൽ ഇതിലേക്കാണ്. അപ്പൊ അച്ഛനായിരുന്നു ഞങ്ങളുടെ മെയിൻ
അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അങ്കിള് ഒരു പാട്ടൊക്കെ പാടി. അപ്പൊ എല്ലാരും, അതായത് എല്ലാ പ്രായക്കാരും എല്ലാരും സന്തോഷത്തോടെ ഒരു 2-3 മണിക്കൂർ, നമ്മൾ വിചാരിക്കും നമ്മളുടെ വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും പോകാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ പേഴ്സണലി പറയുന്നത് എല്ലാരും പോണം. പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ അവരായിട്ട് ഇണങ്ങാനും, നമുക്ക് പലരെ കുറിച്ച് പല ധാരണകൾ ഉണ്ടാവും. അതൊക്കെ അയ്യോ അങ്ങനെയല്ലല്ലോ, ഇവര് നല്ലൊരു സ്ത്രീയാണല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ആളായിരുന്നല്ലോ, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരോടൊക്കെ സംസാരിച്ചാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുഞ്ഞു വില്ലന്മാരും വില്ലത്തികൾക്കൊക്കെ അകത്തായിരുന്നു സദ്യ കൊടുത്തത്. പലർക്കും പച്ചക്കറി പിടിക്കണില്ലല്ലോ, നമ്മുടെ കുട്ടികളല്ലേ, പച്ചക്കറി പിടിക്കത്തില്ലല്ലോ. അപ്പോ ഞാനൊക്കെ ആദ്യം, എനിക്കൊന്ന് രണ്ടാമത് അന്നാമ്മ കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഞാനിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇവരൊക്കെ പപ്പടം പഴം പായസം ഈ ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യത്തെ സദ്യ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൊടുമേട്ടിലെ മെയിൻ ആളാണ് ഈ പപ്പടം പഴം പായസവും ഇങ്ങനെ കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പപ്പടം പഴം പായസം ഒഴിക്കുമ്പോ എന്നെ വിളിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ. പിന്നെ കുഞ്ഞു കുഞ്ഞ് കളികളൊക്കെ ഉണ്ടായിരുന്നു, മിഠായി പറക്കല്. അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള സംഗമങ്ങള്, ഇങ്ങനെയുള്ള ഓണപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോണം. കാരണം തലമുറക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോ പിള്ളേര് അവര് കളിക്കൂട്ടുകാരുണ്ടാവട്ടെ, അല്ലാതെ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പിനേക്കാളും അവര് കളിച്ചു വളരുന്ന കൂട്ടുകാര്, അവർക്ക് കൂട്ടുകാരികള് അല്ലെങ്കിൽ കൂട്ടുകാരന്മാര്, അവരെ കണ്ട് 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 അങ്ങനെയുള്ള ചങ്ങാത്തങ്ങളായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ FB വഴി പരിചയപ്പെടുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നു, അവരാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. അവരായിട്ടുള്ള കൂട്ടുകാര്, ആ കൂട്ടുകെട്ടിനേക്കാളും നല്ലത് ഇങ്ങനെ കണ്ടും കളിച്ചും വളർന്ന് വലുതായി വരുമ്പോഴേക്കും ഇവളെ എനിക്കറിയാം അല്ലെങ്കിൽ ഇവനെനിക്കറിയാം, അതിന്റെ ഒരു ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളുടെ ഒരു ട്രഡീഷണൽ ഒരു ഗെയിം ആണല്ലോ കസേരോട്ടം ഇല്ലാതെ എന്ത് സംഗമം. അപ്പൊ അതുകൊണ്ട് കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങി തിരിച്ചേക്കായിരുന്നു ആ ഗെയിമില് ഈ ഗെയിമില്. അന്നാമ്മ എനിക്ക് അപ്പൊ അവിടെ പോയി പിടിച്ച്, അന്നാമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഞാൻ ഇതിനെല്ലാത്തിനും ചേരോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്നത്. അപ്പൊ പുള്ളിക്കാരിനോടാണെങ്കിലും ചെറുപ്പത്തിലേ ഞാൻ പറയും, പ്രൈസ് ഇല്ല എന്ന് പറയുമ്പോ തന്നെ കരഞ്ഞോണ്ട് പോകുന്ന ഒരു രീതി വരാതിരിക്കാൻ ഞാൻ ചെറുപ്പത്തിലേ പറയും, നമുക്ക് പ്രൈസ് ഒന്നും പ്രശ്നമില്ല കേട്ടോ അന്നാമ്മേ, നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കണം. അപ്പൊ എല്ലാത്തിലും പങ്കെടുക്കുമ്പോ അന്നാമ്മയ്ക്ക് പ്രൈസ് ഇല്ലാത്തതൊന്നും വിഷയമല്ല, അന്നാമ്മയ്ക്ക് എല്ലാത്തിലും പങ്കെടുക്കണം. കിട്ടിയില്ലെങ്കിലും അന്നൊന്നും കരയത്തൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചുകൊണ്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ കുട്ടികളെ കാണുമ്പോൾ ഇവരെങ്കിലും അടുത്ത തലമുറയാണ്, ഇവരെങ്കിലും ഫോണിന്റെയും ഈ സോഷ്യൽ മീഡിയയിലെ ലോകത്ത് ഇല്ലാതെ നല്ല ബോണ്ടിങ്ങില് കാണുമ്പോ ഇതെന്റെ അന്നമ്മയാണ്, അല്ലെങ്കിൽ ഇതെന്റെ ഇതാണ്, എന്റെ നാട്ടുകാരാണ്, അങ്ങനെ ഒരു ബോണ്ടിങ്ങിൽ വളരട്ടെ എന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചു പോകുന്നത്. കാരണം നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ഇന്ന് ജീവിക്കട്ടെ എന്നാണ് കരുതുന്നത്. അപ്പൊ ഞങ്ങള് ഈ പാസിംഗ് ദ ബോൾ ആയിരുന്നു കേട്ടോ. ഈശ്വരാ, ഏറ്റവും പേടിച്ച ഒരു സാധനം, എൻജോയ് ചെയ്ത് കളിക്കേണ്ട ഈ ബോളിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത്. കാരണം ഈ ബോള് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ ആൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ അറിയാതെയാണെങ്കിലും നമുക്കൊരു ടെൻഷൻ വന്നോ, ഈ സാധനം എങ്ങനെയെങ്കിലും. ഇത് അന്നാമ്മ എടുത്ത വീഡിയോ ഉണ്ട്, അവള് ഇരുന്ന് കറങ്ങണേരുന്നു നടുക്ക് നിന്നിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പീഡ് ഉണ്ടായിരുന്നു ഈ വീഡിയോക്ക്. അപ്പൊ ഞങ്ങൾ എല്ലാരും, അതായത് ഏകദേശം അവിടെ വന്നവരെ പല പ്രായത്തിലുള്ളവര് എല്ലാരും പങ്കെടുത്തു. ഈ ഒരു ബോള് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, എന്തൊരു ആശ്വാസമാണെന്നറിയാവോ. എനിക്ക് തോന്നുന്നത് ഇത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും പേടിച്ചൊരു സാധനം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ പേടിച്ചത് ഈ ബോളിനെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും പങ്കെടുത്തു. ബോളിന്റെ ലാസ്റ്റത്തേല് ഞാൻ വന്നു കേട്ടോ, എനിക്ക് സെക്കൻഡ് കിട്ടിയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ റെസിഡൻസിന്റെ ഒരു ആനിവേഴ്സറിക്ക്, ഇതുപോലെ തന്നെ ഞാൻ എല്ലാത്തിലും പങ്കെടുത്തായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ ചെറുപ്പത്തിലേക്കൊന്നും അങ്ങനെ പപ്പ അങ്ങനെ വലിയ എല്ലാവരായിട്ടും അങ്ങനെ കണക്റ്റഡ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം പറ്റുന്നതിൽ എല്ലാത്തിലും എല്ലാ രീതിയിലും സഹകരിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഗെയിംസിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഒരു 3-4 പേര് വന്നിട്ടോ, ഈശ്വരാ, നമുക്കൊരു ടെൻഷനാ. കുഞ്ഞു കളിയാണ്, വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനാവും.
അപ്പം ലാസ്റ്റ് അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് മക്കളെ, സെക്കൻഡ് പ്രൈസ്. കാരണം നമുക്കിങ്ങനെ കുറെ പ്രായം ഇങ്ങനെ ആയി വരുമ്പോഴേക്കും നമുക്കൊരു കുഞ്ഞു കാര്യമാണെങ്കിലും ശരി നമ്മൾ വിജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ കുറെ നാൾക്ക് ശേഷം കുറെ ചിരിച്ചു മറിഞ്ഞു. അപ്പൊ പിന്നെ എന്തെന്നായിരുന്നു പിന്നുള്ള ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിള്ളേരുടെ തന്നെ എന്തെന്നാടാ നമ്മുടെ കുളം കര അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കളികള്. പിന്നെ മറ്റേ ഉറിയടി എന്നല്ലേ പറയുന്നേ, കലമൊക്കെ കെട്ടി തൂക്കിയിട്ടുള്ള അങ്ങനെയുള്ള അടികള്. പിന്നെ എന്തെന്നായിരുന്നു പിന്നെ ഈ കുളം കര എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിലെ കളിച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നണത് ഈ കളികളൊക്കെ അവർക്ക് ശ്രദ്ധ വരാനും ഒക്കെ നല്ലതാണെന്ന് തോന്നണം. ഈ കളികളൊക്കെ നമ്മളിപ്പോ ആരെങ്കിലൊക്കെ കുട്ടികൾക്കൊക്കെ പറയുമെന്ന് പോലും അറിയത്തില്ല. കാരണം ആർക്കാ നേരമുള്ള, എല്ലാരും ഫോണായിട്ട് ഇരിപ്പല്ലേ. അടുത്ത വീട്ടിലെ കുട്ടികളായിട്ടൊന്ന് കൂടെ പോയി കളിക്കാനോ അല്ല ധൈര്യത്തോടെ നമ്മുടെ മക്കളെ അടുത്ത വീട്ടിലേക്ക് വിടാൻ പറ്റുന്നുണ്ടോ? മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ അടുത്ത വീട്ടിലാക്കിയിട്ട് ദേ ചേച്ചി നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടോ? നമ്മുടെ മക്കളെ അടുത്ത വീട്ടിലിടാനോ അല്ലെങ്കിൽ അവരുടെ പിള്ളേരെ ഇങ്ങോട്ട് വിടാനോ ആർക്കും ധൈര്യം ഇല്ല. കാരണം അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻസിന്റെ വീട്ടിലാക്കി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചി അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്ന് നോക്കിക്കോളോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആക്കിയിട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ആ കാലഘട്ടമൊക്കെ ഇപ്പൊ ഇന്ന് ശരിക്കും വിദൂരതയിലാണ്. പിന്നെ ഞങ്ങളുടെ യൂണിറ്റിലെ പുരുഷ കേസരികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. കാരണം എല്ലാരും ഇപ്പൊ ഈ സാരി ഉടുത്ത് കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ സാരി ഉടുക്കാൻ ഇത്ര സമയം വേണോ എന്നൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാരും പുരുഷന്മാർക്ക് ഒരു പകരം വീട്ടിലായിരുന്നു. ചിരിച്ച് അയ്യോ തലവേദന എടുത്തുപോയി. കാരണം അതുപോലെ കോമഡി ആയിരുന്നു. സാരി ഉടുക്കാനും പറ്റുന്നില്ല, ചിലവർ ഉലിഞ്ഞു പോകുന്നു, ചിലവർ സാരി ഉടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ ഉടുത്തത് അടിപൊളിയാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇത്രയെങ്കിലും ഉടുക്കാൻ പറ്റിയില്ല. അപ്പോ ഇവരെ ഭാര്യമാരും എല്ലാരും അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു കുത്തു മനുഷ്യ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും മനുഷ്യ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ചിരിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഉറിയടി എനിക്ക് തോന്നണ ആ കലം എന്തോ ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയാന്ന് തോന്നണ. ഞാനിതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനും പങ്കെടുത്തു ഈ ഉറിയടിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു ടെൻഷൻ വരുന്നുണ്ട് നമുക്ക്. കാരണം നമ്മളൊക്കെ ഇനി എത്ര കാലം ഉണ്ട് എന്നൊരു തോന്നൽ ഇടയ്ക്ക് കയറി വരും. അത് എനിക്ക് മാത്രമാണ്, എല്ലാവർക്കും ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഇന്ന് ചെയ്യാൻ പറ്റുന്നതും ഇന്ന് ജീവിക്കാൻ പറ്റുന്നതും ഇന്ന് സന്തോഷിക്കാൻ പറ്റുന്നതും എന്തെങ്കിലും മുമ്പിൽ കണ്ട ചാടി ഇറങ്ങിക്കൊള്ളണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാവുന്നത്. കാരണം ഇന്ന് എന്ന് പറയുന്നത് നാളെ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഈ വരുന്ന സമയം അല്ലെങ്കിൽ അയ്യോ അന്ന് എനിക്കും പങ്കെടുക്കായിരുന്നു. പല ആൾക്കാരും ചിലപ്പോ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേക്കും ഉള്ളിന്റെ ഉള്ളില് അയ്യോ എനിക്ക് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താലോ ശരിയാവോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ എന്താ, ഇങ്ങനെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉള്ളില് തോന്നിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അങ്ങനെ തോന്നാതെ നേരെ ഇറങ്ങിത്തിരിക്കുക. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മള് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇറങ്ങിത്തിരിച്ച് അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം, അപ്പൊ കിട്ടുന്ന ഒരു എനർജി, അതറിയണമെങ്കിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ടുണ്ടാവും. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ ശരി നമുക്ക് തോന്നലുണ്ട് പോയി പങ്കെടുത്താലോ. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അതിപ്പോ നമ്മളെ മുമ്പിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കുറച്ചെങ്കിലും തോന്നലുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പങ്കെടുക്കണം. അതിലെന്താണോ നമ്മളുടെ ശരീരത്തും നമ്മളുടെ മനസ്സിലും എല്ലാരും സ്ട്രെസ് അടിച്ച് നിൽക്കുമല്ലേ, കുറെ എനർജിയൊക്കെ ലോസ് ആവട്ടെ. അപ്പൊ ഞാനും പോയട്ടോ. സംഭവം ശരി, ഇത് പുറത്തൊന്നും കാണാൻ നല്ല രസമാണ്, പക്ഷെ അവിടെ പോയിരുന്ന് ഇത് അടിക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പോ വട്ടം കറക്കി വിട്ടു. പോയി അടിച്ചു, ചെറുതായിട്ട് കൊണ്ടില്ല എന്നുള്ള രീതിയിൽ പോയി. പക്ഷെ ഈ സാധനം കലം ഭയങ്കര ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് എനിക്ക് തോന്നണത് നമ്മളുടെ യൂത്തന്മാരിൽ ഒരാള് വന്നിട്ട്, ഒരു പയ്യൻ വന്നിട്ട്, എനിക്ക് അവന്റെ പേരറിയില്ലട്ടാ, വന്നിട്ടാണ് അത് അടിച്ചു പൊട്ടിച്ചത്. പിന്നെ നമുക്ക് ഇന്ന് പങ്കെടുത്തവർക്കൊക്കെ കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ സന്തോഷം നോക്കിയല്ലേ. അപ്പൊ ഈ ഒരു ചിരി കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാ കിട്ടത്തില്ല.
ഇല്ലേ? നമ്മൾ വീട്ടിലിരുന്നാ ഈ ചിരി നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും കുറച്ച് വൈകി കേട്ടോ. ഇന്ന് ഞങ്ങളൊരു 11 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരമായി. അപ്പോ എനിക്കും കിട്ടി മറ്റേ പാസിംഗ് ദ ബോളിലൊരു സമ്മാനം. ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ അതിഥികളൊന്നുമില്ല. നമുക്ക് സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സമ്മാനം കൊടുക്കുന്ന പോലെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമ്മാനമൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 11 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 5:30 ആയിട്ടോ. എല്ലാരും പിരിയാനായിട്ട് ഒരു 5:30 ആയി. അപ്പോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ പല സ്ഥലത്ത് നടക്കുന്നതായിരിക്കാം. പക്ഷേ അതെല്ലാം പങ്കെടുക്കാതെ നമ്മൾ മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ ഞാനിത് പറയാൻ കാരണം. കാരണം നമുക്ക് ഇന്നേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പിന്നീട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഓണാഘോഷവും കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം മാറ്റി വെച്ച് പോണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.